അങ്ങനെ ഞങ്ങളുടെ UAE ട്രിപ്പിന്റെ 2ാം ദിവസം അതിരാവിലെ ഞങ്ങൾ കുളിച്ചു മാറ്റി ഒരുങ്ങി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ മെട്രോന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട സ്ട്രീറ്റ് ആണത്. എന്തൊരു തിരക്കിന് റബ്ബേ, ഇങ്ങനത്തെ റോഡൊക്കെ എപ്പോഴാണ് കാണുന്നത്? ഫുൾ ആൾക്കാരില്ല. അങ്ങനെ ഞങ്ങള് രാവിലെ ഒക്കെ പോണു ബനിയാസ് റൂം നോക്കി പോവാണ്. ഇന്നത്തെ റൂമിൽ വൈഫൈ ശരിയല്ലാത്ത റൂമായത് കൊണ്ട് മറ്റൊരു റൂം തേടി ഞങ്ങൾ അങ്ങനെ ബനിയാസിലൂടെ നടന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഞങ്ങൾ നിൽക്കുന്ന റൂം തന്നെയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയത്. അപ്പോൾ പിന്നെ ആ ശ്രമം ഉപേക്ഷിച്ച് ഞങ്ങൾ അടുത്ത കാര്യപരിപാടിയിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഒരാൾ രാവിലെ തന്നെ പൂരിയും ബജ്ജിയാണ് ഓർഡർ ചെയ്തത്, ഒരു കൂടെ ഒരു കറക്റ്റായും. ഞാൻ എൻ്റെ ഫേവറേറ്റായ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലേക്കാണ്. ഇതാണല്ലോ ഇപ്പോഴത്തെ ദുബായിലെ ട്രെൻഡിങ്. ഷെയ്ഖ് സായിദ് റോഡിനോട് തൊട്ട് ചാരി തന്നെ നിൽക്കുന്ന ഈ ടോറസ് ഷേപ്പിലുള്ള ബിൽഡിംഗ് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. 2022 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഈ പുറത്ത് കാണുന്ന ഈ കാലിഗ്രാഫി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലെ സീലിങ്ങും അറബിക് കാലിഗ്രാഫി സ്റ്റൈലിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ജുമൈറയിലുള്ള അഡ്രസ് ഹോട്ടലൊക്കെ ഡിസൈൻ ചെയ്ത കില്ല ഡിസൈൻ ആർക്കിടെക്ചറൽ ഫേമാണ് ഈ ഫ്യൂച്ചർ മ്യൂസിയം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളോട് പങ്കുവെക്കുന്ന പല ആശയങ്ങളും 2071 ആകുമ്പോഴേക്കും നടപ്പിൽ വരുമെന്നാണ് ഇവർ പ്രത്യാശിക്കുന്നത്. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുറത്ത് കത്തുന്ന വെയിലായതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെള്ളം ഇവിടെ കിട്ടുന്നിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കിയോസ്ക് കണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ബോട്ടിൽ വെച്ചിട്ട് പ്രസ് ചെയ്താൽ തണുത്ത വെള്ളം ചൂടുവെള്ളം ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഐസ് വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനും ഫോണ് ചാർജ് ചെയ്യാനും അവിടെ കണ്ട സോൾട്ടിൻ്റെ കഫേയിൽ കയറിയിട്ട് ഒരു മാംഗോ ചീസ് കേക്ക് സോഫ്റ്റി ഓർഡർ ചെയ്തു. അങ്ങനെ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ ദുബായ് ഫ്രെയിമിലേക്ക് മെട്രോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ലോകത്തിലെ തന്നെ ഏക എലിവേറ്റഡ് വെർട്ടിക്കൽ റിസോർട്ട് സെബീൽ 1 ഈ അടുത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ദുബായ് ഫ്രെയിം കാണാനാണ്. അങ്ങോട്ടുള്ള ബസ്സാണിത്. അപ്പം ഇവിടെ ക്യാഷും കാർഡൊന്നുമല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുക, മറിച്ച് ഈ നോയൽ കാർഡ് റീചാർജ് ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ കാറും ടാക്സിയും മെട്രോയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കാറിലൊന്നും വരാത്തത് നന്നായി, കാരണം ഇതിലാണെങ്കിൽ വെയിലൊന്നും കൊള്ളാതെ AC തന്നെ ഇരുന്നിട്ട് ദുബായിൻ്റെ എല്ലാ ഭാഗത്തെത്താനും പറ്റും. ദുബായിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ദുബായ് ഫ്രെയിമിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ദുബായിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ പൈസ ചിലവാക്കാൻ വേണ്ടിയിട്ട് ദുബായ് ഗവൺമെൻറ് പല വിധത്തിലുള്ള മാർഗ്ഗങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ദുബായ് ഫ്രെയിം. 2013 ദുബായ് ഫ്രെയിമിൻ്റെ പണി തുടങ്ങുന്നത്. 2018 ജനുവരി 1 ഇതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. 52.5 ദിർഹമാണ് ഇതിലേക്ക് ഒരാളുടെ എൻട്രി ഫീസ് ഉള്ളത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ദുബായ് നോർത്ത്, അതായത് പഴയ ദുബായും മറ്റൊരു ഭാഗത്ത് ദുബായിൻ്റെ പുതിയ ഭാഗങ്ങളായ ഡൗൺ ടൗൺ ദുബായ് സൗത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇതിലൊരു മാജിക് ഗ്ലാസ് ആണ് ഇതിൻ്റെ താഴെ ഫ്ലോറിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ആൾക്കാർക്ക് ഒരുപാട് കൗതുകം നിറക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ആൾക്കാരുടെ പൈസ ചിലവാക്കാൻ ഇവർ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സുവനീർ വെൻഡിങ് മെഷീനാണ്. ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് ദുബായ് ഫ്രെയിമിൻ്റെ ഒരു സുവനീർ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എന്താണ് സാധനം? ദുബായ് ഫ്രെയിം
അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ഒരു ഫ്രാങ്കി ഒക്കെ റെമി കഴിച്ച് ഞങ്ങളങ്ങനെ വിശപ്പടക്കി. ഇനി ഞങ്ങൾ നേരെ മാൾ ഓഫ് എമിറേറ്റ്സ്. ദുബായിൽ പോവാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ എന്തായാലും എനിക്ക് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഷോപ്പായിരുന്നു വിസാർഡിയം വേൾഡ് ഓഫ് ഹാരി പോട്ടർ ബൈ ഫാൻഡം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഇത് എമിറേറ്റ്സ് മാളിന്റെ ഉള്ളിലാണ്. അങ്ങനെ റമ്യ അടുത്ത തീറ്റ തുടങ്ങി. എന്താ റമ്യ? അൽബൈക്ക് ഒരു പെട്ടി സാധനം തുറന്നിട്ട് എന്താ കുറെ നെഞ്ഞുണ്ടോ? എന്താ അത്? ടിഷ്യൂ, കെച്ചപ്പ് ഒക്കെ ആയിട്ട് ബണ്ണ്. ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? ഫുഡ് കണ്ടവള് വേറെ ലെവലാ. അങ്ങനെ മാൾ ഓഫ് എമിറേറ്റ്സിൽ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് മെട്രോ കയറി ഞങ്ങൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് അബ്ര കയറാൻ വേണ്ടിയിട്ട് ക്രീക്കിലേക്ക് നടക്കണം. ഈ കാണുന്നതാണ് മക്തൂം റോഡ്. ദുബായ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ മക്തൂം റോഡിനോട് ചേർന്നിട്ടാണ്. ഇനി ഞങ്ങൾ അബ്ര കാണാനും അവിടെ എൻ്റെ ഫ്രണ്ട് ഷാദ് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ദുബായിലുള്ളവർക്ക് ആഘോഷിക്കാനും അർമാദിക്കാനും അടിച്ചു പൊളിക്കാനൊക്കെ ഉള്ള ഓരോ അവസരങ്ങളാണ് നമ്മൾ ഈ ദുബായിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ഡിന്നർ ക്രൂയിസസ്. ഇതിൽ നല്ല അടിപൊളി ഫുഡും അതേപോലെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിനായിട്ടും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഓരോ ക്രൂസ് ഷിപ്പുകളാണുള്ളത്. ഈ കാണുന്നതാണ് ദുബായിലെ ഐക്കോണിക് ആയിട്ടുള്ള റോളക്സ് ട്വിൻ ടവർ. ദുബായിലെ ഏറ്റവും പുരാതനമായ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അബ്രകൾ. ഇവിടെ ഏറ്റവും ചെലവ് ചുരുങ്ങിയതും ഈ അബ്രകൾ തന്നെയാണ്. ദുബായിലെ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമാണെന്നുണ്ടെങ്കിലും ലോകത്തിൽ വൺ ഓഫ് ദി അൺസേഫ് സംവിധാനം കൂടെയാണ് ഇതുള്ളത്. കാരണം ഇതിൽ ലൈഫ് ജാക്കറ്റ് ഒന്നുമില്ല. 5 മിനിറ്റ് 6 മിനിറ്റിൻ്റെ യാത്ര ഉള്ളൂ എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ് ഒന്നും തരാതെയാണ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒപ്പം +2 പഠിച്ച ഷാദിൻ്റെ കൂടെയാണ് യാത്ര. അവരാണ് ഈ യാത്രയിലെ ഞങ്ങളുടെ ഗൈഡ്. ദുബായിൽ ഇറങ്ങിയ ശേഷം ആദ്യം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു മലയാളികളെ കടയിൽ നിന്ന് കരീം ജ്യൂസ് വാങ്ങിച്ച് അവിടെ അതർ ഡ്രസ്സ്, സ്പൈസസ്, ഗോൾഡ്, ജ്വൽസ് എല്ലാം വിൽക്കുന്ന കടകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ സൂക്കൊക്കെ പഴയതാണെങ്കിലും അതൊക്കെ റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ദുബായ് ഗ്രാൻഡ് സൂക്കിലെ കാഴ്ചകളൊക്കെ നടന്ന് കണ്ട് ആകെ ക്ഷീണിച്ചായപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. തിരിച്ചൊരു മറ്റൊരു അബ്ര എടുത്തിട്ട് ഞങ്ങൾ ഇപ്പുറം കരയിലേക്ക് തന്നെ വന്നു. ഇനി റൂമിൽ പോകണം, കിടക്കണം, റെസ്റ്റ് എടുക്കണം. ബാക്കി നാളെ. ബൈ ബൈ.